എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35-ാം വാക്യം. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ് അവൻ്റെ ഭക്ഷണം, അവൻ്റെ വസ്ത്രം, അവൻ്റെ കിടക്ക. ഇത് നിർവഹിക്കാനായിട്ടാണ് നമ്മുടെ രാജ്യം തന്നെ ഒരു ക്ഷേമരാഷ്ട്രം. ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്ത്. എന്നാൽ അതിനപ്പുറമായ അടിസ്ഥാനപരമായ ഒരു ആവശ്യം മനുഷ്യനുണ്ട്. എന്നെ വേണം, someone to love. എന്നെ സ്നേഹിക്കണം, എനിക്ക് അംഗീകരണം വേണം. 2, എനിക്കൊരിടം വേണം, സംതിങ് ടു ഡു. 3, എനിക്കൊരു പ്രതീക്ഷ. എൻ്റെ ഇപ്പോഴത്തെ പരിമിതിക്കപ്പുറം ഒരു പ്രതീക്ഷ വേണം, സംതിങ് ടു ഹോപ്പ് ഫോർ. യേശു ആവശ്യപ്പെടുന്നത്, നിങ്ങൾ എൻ്റെ 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ എൻ്റെ കൂടെ നിൽക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന നല്ല പ്രവൃത്തികളുടെ ആ ഒരു ശുശ്രൂഷയാണ്. പോപ്പ് ഫ്രാൻസിസ് കഴിഞ്ഞ ക്രിസ്മസിന് മുൻപ് എഴുതിയ പുസ്തകമാണ് ലെറ്റ് us ഡ്രീം ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. 3 ഭാഷ ഒരാൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത് മനസ്സിൻ്റെ ഭാഷ, ദ ലാംഗ്വേജ് ഓഫ് ദ മൈൻഡ്. രണ്ടാമത്തത് ഹൃദയത്തെ മനസ്സിലാക്കുന്ന, ദ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്. മൂന്നാമത്തത് ഒരാളിൻ്റെ ഹൃദയവും മനസ്സും മനസ്സിലാക്കിയതിനു ശേഷം എൻ്റെ പ്രവൃത്തികളുടെ ഭാഷ, ദ ലാംഗ്വേജ് ഓഫ് ദി ഹാൻഡ്. നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടും ഏത് സാഹചര്യത്തിലുമായിരിക്കുന്നവരുടെ മനസ്സറിയാൻ, അവരുടെ ഹൃദയം അറിയാൻ, അതനുസരിച്ച് നന്മയുടെ ശുശ്രൂഷ ചെയ്യുവാൻ ഈ കാലഘട്ടം നമ്മെ വിളിക്കുന്നു. നമ്മുടെ ശ്രദ്ധേയമായ ഒരു പുസ്തകം വെൻ ബ്രെത്ത് ബിക്കംസ് എയർ, പോൾ കലാനിധി എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഒടുവിൽ രോഗം വന്നു. ഭാര്യയോട് വിഷമം പറഞ്ഞു. ഭാര്യയെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. നമ്മുടെ ശുശ്രൂഷ, നമ്മൾ ഏത് രംഗങ്ങളിൽ ഇടപെടുന്നു, ഞാനുണ്ട് കൂടെ എന്നുള്ള ചിന്ത അവർക്കും നമുക്കും ഉണ്ടാകാൻ ഇടയായിത്തീരട്ടെ. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ അടൂർ ഭദ്രാസനത്തിൽ കണ്ണങ്കോട് സെൻട്രലിൽ ചൂരക്കോട് സെൻറ് മാത്യൂസ് മാർത്തോമ ഇടവക പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രഭാത ഭക്ഷണം നൽകുന്ന ഒരു പദ്ധതിയുടെ പേരാണ് സ്നേഹമന്ന. 137 ദിവസമായി രാവിലെ 8 മണിക്ക് മുൻപായി രോഗികൾക്ക് ഭക്ഷണം നൽകുവാനായി ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നു. ഈ പ്രവർത്തനത്തിലൂടെ അനേക ഭവനത്തിന്, അനേക രോഗികൾക്ക് സാന്ത്വനമായും അവർക്ക് ദൈവിക കരുണയായും സ്നേഹമായും പ്രവർത്തിപ്പാൻ ദൈവം സഹായിക്കുന്നു. ഭക്ഷണം നൽകുന്നതിലൂടെ രോഗികളോട് വ്യക്തിപരമായി സംസാരിക്കുവാനും അവരുടെ വേദനകളും പ്രയാസങ്ങളും പങ്കിടുവാനും അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവം ഞങ്ങളെ ഒരു ഉപകരണമായി എടുത്ത് ഉപയോഗിക്കുന്നു. ഈ ഒരു പ്രവർത്തനത്തിലൂടെ അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ദൈവം സഹായിക്കുന്നു. ഈ ഒരു പ്രവർത്തനം തുടർന്ന് നിലനിൽക്കുവാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും സാന്നിധ്യവും സഹായവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. ദൈവം നമ്മെ തുടർന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനീഷ് പി. അലക്സ്.